കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതുപോലെയുള്ള നമ്മളുടെ ദൈവവചന ധ്യാനത്തിലേക്കായി എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ തിരുവചന ധ്യാനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവവചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഇരുവായുധരയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അത് നമ്മുടെ ജീവിതത്തിലെ സന്ധിമജകൾ വരെയും തുളച്ച് ചെല്ലത്തക്കവണ്ണം പവർഫുള്ളാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവവചനത്തിൻ്റെ മുമ്പിൽ നമുക്കായിരിക്കാം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ രാജാവായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ശക്തിയെക്കുറിച്ചാണ്. ദൈവരാജ്യത്തിൻ്റെ ശക്തി അനേക രോഗികളെ സൗഖ്യമാക്കിയത്, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയത്, പ്രകൃതിയെ നിയന്ത്രിച്ചത്, അനേക കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററുകളിലൂടെ മത്തായിയുടെ സുവിശേഷം 5, 8, 9 അധ്യായങ്ങളിലൂടെ നമ്മൾ പഠിക്കുകയായിരുന്നു. ത്രൂ ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 8 and 9 we were studying the power of the kingdom of God. Jesus Christ is the King of Kings. He came to establish the kingdom of God. ദൈവ രാജ്യം യഥാസ്ഥാനമാക്കുവാൻ ആമേൻ കർത്താവ് കടന്നു വന്നു. ആ കർത്താവിൻ്റെ ആ രാജ്യത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത് കർത്താവായ യേശു ക്രിസ്തു കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തതിനെ കുറിച്ചാണ്. നാം യേശു കടന്നു പോകുമ്പോൾ 2 കുരുടന്മാർ യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വന്നു. ദാവീദ് പുത്ര കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നതായി നമ്മൾ പഠിച്ചു. ഇമ്മീഡിയറ്റ് ആയിട്ട് കർത്താവ് അവരെ സൗഖ്യമാക്കുന്നില്ല. എന്നാൽ അവര് അത് യേശുവിനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ അവര് പിന്തുടർന്നുകൊണ്ടേയിരുന്നപ്പോൾ അവരുടെ വിശ്വാസത്തെ പരീക്ഷിക്കുവാനായിരിക്കാം കർത്താവ് അങ്ങനെ ചെയ്തത്. കർത്താവ് അവരോട് ചോദിക്കുകയാണ്, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ എന്ന് യേശു ചോദിച്ചതിന്. അപ്പോൾ യേശുവിൻ്റെ അവര് ഉവ്വ് എന്ന് പറഞ്ഞു. യേശുവിന് സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് അവര് വിശ്വസിച്ചു. കർത്താവ് അവരെ സൗഖ്യമാക്കുകയും ചെയ്തു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. നാം ദൈവവചനം വായിച്ചാൽ ഈ ബ്ലൈൻഡ്നെസ്, കാഴ്ചയില്ലായ്മ, കുരുട്ട് കണ്ണ്, ഇതെല്ലാം സ്പിരിച്വൽ ബ്ലൈൻഡിനെ കുറിച്ചാണ് പറയുന്നത്. ആത്മീകമായ കാഴ്ച ഇല്ലായ്മയെ കുറിച്ചാണ് ദൈവവചനത്തിൽ ആത്മീയമായി പറഞ്ഞിരിക്കുന്നത്. സ്പിരിച്വൽ ഇഗ്നറൻസ്, ആത്മീകമായിട്ടുള്ള അറിവില്ലായ്മ, കാഴ്ചയില്ലായ്മ, അതാണ് നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നത്. കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നത് കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുവാനാണ്. അക്ഷരികമായ കുരുടന്മാരെ യേശു കാഴ്ചയുള്ളവരാക്കി തീർത്തതുപോലെ ആത്മീകമായ കാഴ്ച നഷ്ടപ്പെട്ടവരെയും കർത്താവ് സൗഖ്യമാക്കുന്നവനാണെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു. ഈ ലോകത്തിൻ്റെ ദൈവം സുവിശേഷത്തിൻ്റെ സത്യം പ്രകാശിക്കാതിരിക്കുവാൻ അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കുന്നു എന്നാണ് നമുക്ക് ദൈവവചനത്തിൽ വായിക്കുവാൻ കഴിയുന്നത്. അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കുന്നു. അപ്പോൾ കർത്താവ് കടന്നു വന്നത് കാഴ്ച നൽകുവാനാണ്. കാഴ്ച ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയുള്ളൂ. ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരുത്തൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ്
നമ്മളുടെ ആ കാഴ്ച നമുക്ക് ആത്മീയമായ കാഴ്ച നൽകുമ്പോഴാണ് ആത്മീയ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. യോഹന്നാൻ സ്നാപകൻ സംസാരിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞത് നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം ഇങ്ങനെയാ വായിക്കുന്നത്: നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ നടുവിലുണ്ട്. അപ്പോൾ പരീശന്മാർക്ക് യേശു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും അവർക്ക് യേശുവിനെ കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നും ആ ആത്മീക ഗോളത്തിലെ പരീശന്മാരെ പോലെയുള്ളവർക്ക് യേശു അവരുടെ മധ്യത്തിൽ ഉണ്ടെങ്കിലും യേശുവിനെ ഗ്രഹിക്കുവാൻ കഴിയുന്നില്ലെന്നുള്ളതാണ് സത്യം. യേശുവിനെ നമ്മൾ കാണുന്നവരായിരിക്കണം. പൗലോസ് എഫെസോസിലുള്ള ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്: നിങ്ങളുടെ ഹൃദയദൃഷ്ടികളെ പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നറിയുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് കാണണമെങ്കിൽ, ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് കാണണമെങ്കിൽ നമ്മുടെ ആത്മീയ കണ്ണ് പ്രകാശിക്കണം. അതാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത്. എലീശയുടെ ബാല്യക്കാരനെ കുറിച്ച് നമ്മൾ കണ്ടു. അദ്ദേഹത്തിന് തൻ്റെ അക്ഷരികമായ കണ്ണുകൾ കൊണ്ട് പ്രതികൂലങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു. എന്നാൽ എലീശ കണ്ടതുപോലെ ദൈവദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ അദ്ദേഹത്തിന് കാണുവാൻ കഴിഞ്ഞില്ല. ഏലിയാവ് തന്നെ തൻ്റെ ബാല്യക്കാരനോട് ചോദിക്കുന്നത് ഇതാണ്: നീ എന്താണ് കാണുന്നത്? ഞാൻ വലിയ മഴയുടെ മുഴക്കമാണ് കേൾക്കുന്നത്, വലിയ മഴ വരാൻ പോകുന്ന ഞാൻ കാണുന്നത്. നീ എന്താ കാണുന്നത്? ഞാൻ കാണുന്നത് നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ക്യാൻ യു സീ വാട്ട് ഐ ആം സീയിങ്? അതാണ് അദ്ദേഹം ചോദിച്ചതിൻ്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിലും ആത്മീയമായ ആ കാഴ്ച നമുക്ക് ലഭിച്ച് അനുഗ്രഹമായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ആ ആത്മീയ കാഴ്ചപ്പാട് കുറഞ്ഞു പോകാതിരിക്കണമെങ്കിൽ പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളുടെ നാം സകല ഉത്സാഹവും കഴിച്ച് നമ്മുടെ വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനത്തോട് ഇന്ദ്രിയവും സ്ഥിരതയും സഹോദരപ്രീതിയും എല്ലാം നാം കൂട്ടിക്കൊള്ളുവാൻ നാം ഉത്സാഹിക്കുന്നവരായിരിക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലവോദിക്കയിലെ ദൈവമക്കളെ പോലെ നമുക്കാകുവാനിടയാകരുത്. അവര് ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങൾക്കെല്ലാം ഉണ്ട് എന്ന് പറയുന്നവരാണെങ്കിൽ പോലും അവരെക്കുറിച്ച് ദൈവം പറയുന്നത് നീ അരിഷ്ടനാണ്, നീ കുരുടനാണ്, നീ നിർഭാഗ്യവാനാണെന്നാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാതെ ആത്മീയ കാഴ്ചപ്പാട് നമുക്കുണ്ടാകുവാൻ, കർത്താവിനെ കാണേണ്ടതുപോലെ കാണുവാൻ ദൈവം ഇടയാക്കട്ടെ. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഒരു ശിമയോനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ടല്ലോ. ജോസഫും മറിയും യേശു കുഞ്ഞിനുമായി ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈ ശിമയോൻ യേശു കുഞ്ഞിനെ കയ്യിലെടുത്ത് പറഞ്ഞത് എന്താണ്? നീ സകല ജാതികൾക്കും ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുവല്ലോ. ഒരു കുഞ്ഞാണ് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നത്, പക്ഷെ ആത്മീയ ദൃഷ്ടിയാൽ അദ്ദേഹം കാണുന്നത് ലോകരക്ഷിതാവിനെയാണ്. അതാണ് ആത്മീയമായ കാഴ്ചപ്പാടിന്റെ പ്രത്യേകത. നമ്മുടെ ജീവിതത്തിൽ ആ കാഴ്ചപ്പാട് നമുക്ക് വേണം. അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ശമരിയ സ്ത്രീ, നമ്മൾ 12 വർഷം രക്തസ്രവക്കാരിയായ സ്ത്രീയെ കുറിച്ച് നമ്മൾ പഠിച്ചു. എന്താണ് നമ്മൾ കാണുന്നത്? അവൾ യേശു വരുന്നത് കണ്ടപ്പോൾ, വരുന്നു എന്നറിഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് എന്താണ്? ഞാൻ അവന്റെ വസ്ത്രത്തെ തൊടും. അങ്ങനെ അത് യേശുവിൽ അവൾ കണ്ടു, എനിക്ക് സൗഖ്യമുണ്ട്. അവൾ അത് പറഞ്ഞു, ഞാൻ സൗഖ്യം പ്രാപിക്കും. അവൾ അത് ആക്ഷൻ എടുത്തു, അവൾ യേശുവിനെ തൊട്ടു, യേശുവിൽ നിന്ന് സൗഖ്യം പുറപ്പെട്ടു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ പുതിയ വർഷത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം യേശുവിൽ നമുക്ക് കാണുവാൻ കർത്താവ് കൃപ തരുമാറാകട്ടെ. തുടർന്നുള്ള ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. അതിനുശേഷം അവർ പോകുമ്പോൾ ചിലർ ഭൂതഗ്രസ്തനായ ഒരു ഊമനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു. നോക്കുക, ഒരു ഭൂതഗ്രസ്തനെ യേശു സൗഖ്യമാക്കുകയാണ്.
ആ ഭൂതഗ്രസ്തൻ ചെയ്തത് ഒരു മനുഷ്യനെ ഊമനാക്കി സംസാരിക്കാതിരിക്കത്തക്കവണ്ണം പ്രവർത്തിച്ചു. അപ്പോൾ ഭൂതങ്ങൾക്ക് നമ്മുടെ ഫിസിക്കൽ ബോഡിയെ ഡാമേജ് ചെയ്യുവാനായിട്ട് കഴിയുമെന്ന് നമ്മൾ ഈ തിരുവചനത്തിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ കുഴപ്പങ്ങളും ഭൂതങ്ങൾ കൊണ്ടുവരുന്നതാണെന്നല്ല ഞാൻ പറഞ്ഞതിന് താല്പര്യം. ഭൂതങ്ങളും നമ്മുടെ ഫിസിക്കൽ ബോഡിയെ ഡാമേജ് ആക്കുവാൻ പ്രവർത്തിക്കുമെന്ന് നമുക്ക് അതിൽ നിന്ന് കാണുവാൻ കഴിയുന്നു. എന്നാൽ യേശു അതിന് പരിഹാരം നൽകുവാൻ കഴിവുള്ളവനാണ്. യേശു അവനെ സൗഖ്യമാക്കി, ഭൂതത്തെ പുറത്താക്കി. അപ്പോൾ അവൻ സംസാരിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം വാതുറക്കാൻ കഴിയാതെ, നമ്മൾക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയാതെ, കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ കഴിയാതെ നമ്മെ ഊമരാക്കുവാൻ പിശാചിന് നമ്മൾ അനുവാദം കൊടുക്കരുത്. നമ്മൾ കർത്താവിൻ്റെ ശക്തമായ സാക്ഷികളാകണം. അങ്ങനെ നാം കർത്താവിൻ്റെ ശക്തമായ സാക്ഷികളാകണമെങ്കിൽ നമ്മൾക്ക് ചില റിക്വയർമെന്റ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ആ തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ അവൻ നമ്മുടെ ബുദ്ധിയെ തുറക്കണം. ആ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ള ആ ഒരു റെവലേഷൻ, നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. മാത്രമല്ല നമുക്കൊരു എംപവർമെന്റ്, ശക്തി ധരിക്ക് നാം അവന്റെ സാക്ഷികളാകണമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മാത്രമേ നമ്മൾക്ക് ധൈര്യത്തോടെ കർത്താവിനെ കുറിച്ച് പറയുവാനായിട്ട് കഴിയത്തുള്ളൂ. കർത്താവ് ആ ഊമനെ സൗഖ്യമാക്കിയെങ്കിലും പരീശന്മാർ, റിലീജിയസ് ലീഡേഴ്സ് അത് റിജക്റ്റ് ചെയ്തു. അവര് പറയുന്നത് ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് അവൻ സൗഖ്യമാക്കിയതെന്ന് പറഞ്ഞ് അവർ യേശുവിൽ വിശ്വസിച്ചില്ല എന്ന് നമ്മൾ കാണുന്നു. മാത്യു ചാപ്റ്റർ 9 വേഴ്സ് 35 മുതൽ നമ്മൾ എന്താ വായിക്കുന്നത്? യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. യേശുവിന്റെ ദൗത്യം, മിഷൻ എന്താണെന്ന് നമുക്കറിയാം. ദൈവരാജ്യം കൊണ്ടുവരിക, ലോകത്തിൽ ആത്മീയ ദൈവരാജ്യം കൊണ്ടുവരിക, അതിനുശേഷം അക്ഷരികമായ ദൈവരാജ്യം ഇവിടെ സ്ഥാപിക്കുക. ആ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ കർത്താവ് ഉപയോഗിച്ച മെത്തേഡ്സ് ആണ് നമ്മളിവിടെ വായിക്കുന്നത്. എന്ത്? ടീച്ചിങ്, പ്രീച്ചിങ്, ഹീലിംഗ്. ഇത് സുവിശേഷത്തിന്റെ ഒരു പാക്കേജായി നമുക്ക് കാണുവാൻ കഴിയും. നമ്മളുടെ ടീച്ചിങ്ങിന്, നമ്മളുടെ പ്രീച്ചിങ്ങിന് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ, ചേഞ്ച് ചെയ്യുവാനായിട്ട് പവറുണ്ട്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്നാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. ആ സത്യം നാം അറിഞ്ഞ് മറ്റുള്ളവരെ നാം സത്യം പഠിപ്പിക്കുന്നവരായിരിക്കണം. അപ്പോഴാണ് അവർ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. തുടർന്ന് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: യേശു അവരെ സൗഖ്യമാക്കി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവിൻ്റെ ആഗ്രഹം നമ്മെ സൗഖ്യമാക്കുവാനാണ്. ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ ദൈവം നമ്മെ സൗഖ്യമാക്കും. നമ്മുടെ വിശ്വാസക്കുറവ് കൊണ്ട് ചിലപ്പോൾ സൗഖ്യം ലഭിച്ചില്ലെന്ന് വരാം. പക്ഷെ എപ്പോഴും അതുകൊണ്ടാണ് എന്ന് ഞാൻ പറയുന്നില്ല. രോഗികളുടെ ഒരു പാർട്ടും ഇല്ലാതെ തന്നെ ദൈവം ചിലരെ സൗഖ്യമാക്കിയത് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. എല്ലാത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവ്. അവന് ഇഷ്ടമെങ്കിൽ, അവന്റെ ഉദ്ദേശം അവന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണെങ്കിൽ അവനത് പ്രവർത്തിക്കും, സൗഖ്യമാക്കും എന്ന് ദൈവവചനം നമ്മെ ശക്തമായി പഠിപ്പിക്കുന്നു. താഴെ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്: അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഹ്നവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ചും മനസ്സലിഞ്ഞു. തൻ്റെ ശിഷ്യന്മാരോട്, കൊയ്ത്തു വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞതായി നമ്മൾ വായിക്കുന്നു. നമ്മുടെ കർത്താവ് പലപ്പോഴും മനസ്സലിഞ്ഞതിനെ കുറിച്ച് നമ്മൾ ദൈവത്തിൽ വായിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ നിസ്സഹായതയിൽ ഒരു വലിയ കടക്കാരനായ ഒരു മനുഷ്യനെ യജമാനൻ പിടിച്ച്
നിന്റെ കടം വീട്ടെന്ന് പറഞ്ഞ് അവനോട് സംസാരിക്കുമ്പോൾ, ഞാൻ യജമാനെ തന്നുകൊള്ളാം, ഇപ്പോഴെനിക്ക് നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് അവന്റെ കുറവുകളെ അവന് സമ്മതിക്കുമ്പോൾ കർത്താവ് ആ യജമാനനോട് മനസ്സലിഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മുടെ കർത്താവ് മനസ്സലിവുള്ളവനാണ്. വിശപ്പുള്ളവരെ കണ്ടവൻ മനസ്സലിഞ്ഞെന്ന് നമ്മൾ കാണുന്നുണ്ട്. രോഗികളെ കണ്ടിട്ട് അവൻ മനസ്സലിയുന്നവനാണെന്ന് നാം കാണുന്നുണ്ട്. നമ്മോട് മനസ്സലിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. പുരുഷാരത്തെ കർത്താവ് കണ്ടപ്പോൾ ഇവർ ഇടയനില്ലാത്ത ആടുകളെ പോലാണ് എന്ന് കണ്ടിട്ട് കർത്താവൻ അവരോട് മനസ്സലിവ് തോന്നി എന്ന് നമ്മൾ വായിക്കുന്നു. എന്താണ് ഈ ആടിന്റെ ഇടയനില്ലാത്ത ആടിന്റെ പ്രത്യേകത? ആടിനെ കുറിച്ച് നമ്മൾ കാണുകയാണെങ്കിൽ, ഒരു ഇടയനില്ലെങ്കിൽ ആടിന് ശരിയായ ഡിറക്ഷനിൽ പോകുവാനായിട്ട് കഴിവില്ലാത്ത ഒരു ജീവിയാണ്. മറ്റുള്ള ജീവികളെ പോലെ സ്വയമായിട്ട് ഡിഫൻസ് ചെയ്യുവാൻ, എതിർത്തു നിൽക്കുവാൻ വലിയ കഴിവൊന്നുമില്ലാത്തതും സ്വയമായി നേരെ ഡിറക്ഷനിൽ പോകുവാൻ കഴിയാത്തതുമായ ഒന്നാണ് ആടെന്ന് പറയുന്നത്. ആ ആടിന് കാഴ്ചയും വളരെ കുറവാണ്. വളരെ ബുദ്ധി കുറഞ്ഞ, കാഴ്ച കുറഞ്ഞ, ഒരു പ്രതിരോധ ശക്തി ഇല്ലാത്ത ഒരു ജീവിയാണ് ആടെന്ന് പറയുന്നത്. അതുപോലെയാണ് മനുഷ്യവർഗത്തെ, പുരുഷാരത്തെ കർത്താവ് കാണുന്നത്. അപ്പോൾ കർത്താവിന് മനസ്സിലായി, ഏത് നിമിഷത്തിലും ഇവര് ഒരു ശത്രുവിന്റെ കയ്യിൽ അകപ്പെട്ടു പോകും. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, എനിക്ക് അവരോട് മനസ്സലിവ് തോന്നുന്നു. ഇവർക്ക് വേണ്ടി നിങ്ങൾ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിക്കണം എന്ന് കർത്താവിനോട് പറയുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ കാണുന്നത്, അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. കർത്താവ് അവരോട് പറഞ്ഞു വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. കർത്താവിന്റെ കൽപ്പന പ്രകാരം അവര് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്കും മറുപടി പെട്ടെന്ന് കിട്ടി. അതാ, നമ്മൾ ഏത് വിഷയമാണെങ്കിലും ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം വേഗം മറുപടി നൽകും എന്ന് നമ്മൾ മറന്നു പോകരുത്. കർത്താവ് തന്റെ 12 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ വ്യാധിയും പൊറിപ്പിപ്പാനും ദീനവും വ്യാധിയും പൊറിപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. കർത്താവ് പറഞ്ഞതനുസരിച്ച് അവര് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് കണ്ടത് ഫീല് ചെയ്തതുപോലെ അവർക്കും ഫീല് ചെയ്യുവാനിടയായി. കർത്താവ് കണ്ടതുപോലെ അവരും കണ്ടു, കർത്താവ് ചെയ്തതുപോലെ അവരും ചെയ്തു. കർത്താവ് എന്താ ചെയ്തത്? പല വിധത്തിലുള്ള ആളുകളെ കണ്ടിട്ട് അവരോട് മനസ്സലിഞ്ഞ് കർത്താവ് അവരെ സൗഖ്യമാക്കി. കർത്താവ് അവരുടെ ബന്ധനങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഈ ശിഷ്യന്മാരും അതുപോലെ തന്നെ കർത്താവ് ചെയ്ത ശുശ്രൂഷ അവരും ചെയ്യുവാനിടയായി. നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കർത്താവിനോട് വേലക്കാരെ അയക്കണമേ എന്ന് മാത്രമല്ല, ദൈവമേ നിന്റെ ആത്മാവിന്റെ ശക്തി എൻ്റെ മേൽ പകർന്ന് എന്നെ നീ അയക്കണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. കൊയ്ത്ത് വളരെ ഉണ്ടല്ലോ, വേലക്കാര് ചുരുക്കമാണ്. ആകയാൽ നിന്റെ ആത്മാവിനാൽ എന്നെ നിറച്ച്, എന്നെ ശക്തീകരിച്ച്, എന്നെ അയക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. കർത്താവ് തന്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു. ഒന്നാമത് കർത്താവ് ഇവരെ വിളിച്ചത് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാണ്. അങ്ങനെ അവര് കർത്താവിനെ അനുഗമിച്ചു. അങ്ങനെ അനുഗമിച്ച് അവര് കർത്താവിന്റെ ശിഷ്യന്മാരായി. അങ്ങനെ ശിഷ്യന്മാരായവരെ കർത്താവ് അപ്പോസ്തോലന്മാരായിട്ട് അഭിഷേകം ചെയ്ത് അവരെ അയച്ചു. ഒരു ശിഷ്യൻ യജമാനനിൽ നിന്ന് പഠിക്കുന്നവനാണ്.
ഡിസൈപ്പിൾ ഈസ് എ ലേണർ. നാം കർത്താവിൽ നിന്ന് പഠിച്ച് കർത്താവിനെ പോലെ നാം ആകുമ്പോൾ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി കർത്താവ് നമ്മെ അയക്കും. കർത്താവ് നമ്മിൽ വെളിപ്പെടുവാനിടയാകണം. പൗലോസ് തന്റെ അനുഭവം പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഗലാത്യർ 1:16, എൻ്റെ ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ. പൗലോസ് കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് പുറപ്പെടുന്നതിന് മുമ്പ് കർത്താവ് അവനിൽ വെളിപ്പെട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവവചനം പഠിച്ചും നാം പ്രാർത്ഥിച്ചും ആ കർത്താവ് നമ്മിൽ വെളിപ്പെടുമ്പോൾ ആണ് കർത്താവിന്റെ ആ സുവിശേഷം പറയുവാൻ നമ്മെ കർത്താവ് പ്രാപ്തരാക്കുന്നത്. കർത്താവിൽ നിന്ന് നമ്മൾ പഠിക്കുന്നവരായിരിക്കണം. നമ്മൾ പഠിച്ച് കർത്താവിനെ പോലെ ആ കർത്താവ് നമ്മളിൽ വെളിപ്പെടുവാൻ ഇടയാകണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. 12 അപ്പോസ്തലന്മാരുടെ പേരാവിത് എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ ആത്മീയമായ ശുശ്രൂഷകളുടെ ഉയർച്ചയും ബഹുമാനവും ഒക്കെ ഓൾ ഓഫ് എ സഡൻ ഒന്നിച്ചങ്ങ് വരുന്നതല്ല. കർത്താവിനെ അനുഗമിച്ചവർ കർത്താവിന്റെ ശിഷ്യന്മാരായി. ആരാണ് ശിഷ്യൻ? ആ ശിഷ്യൻ ഗുരുവിനെ പോലെ ആകുന്നതാണ് ശിഷ്യന് നല്ലത്. ശിഷ്യന്റെ ആഗ്രഹം യജമാനനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്, യജമാനനെ പോലെ ആകുക എന്നുള്ളതാണ്. ആ ഒരു ശിഷ്യനും അവന്റെ പ്രസാദത്തിനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. മറ്റുള്ള എല്ലാത്തെക്കാളും ഉപരിയായിട്ട് കർത്താവിനെ സ്നേഹിക്കാത്തവൻ അവന്റെ ശിഷ്യനായിരിക്കാൻ യോഗ്യനല്ലെന്ന് തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവരെയാണ് കർത്താവ് ഈ ശുശ്രൂഷയ്ക്കായി അപ്പോസ്തലന്മാരായി തിരഞ്ഞെടുക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 3:13 മുതൽ നമ്മൾ വായിക്കുന്നത്, രാത്രി മുഴുവനും പ്രാർത്ഥിച്ച കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവരിൽ തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. തന്നോട് കൂടെ ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അവൻ പന്തിരുവരെ നിയോഗിച്ച് അയച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ അവനോടുകൂടെ ഇരിക്കുവാൻ, അവനിൽ നിന്ന് പഠിച്ച് നമ്മൾ അവനിൽ നിന്ന് പ്രാപിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, പ്രസംഗിക്കുവാൻ, ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളെ വിടുവിക്കുവാനുള്ള ആ ദൈവശക്തി പ്രാപിച്ച് നമ്മൾ അനേകരെ വിടുവിക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ 12 അപ്പോസ്തലന്മാരെ കുറിച്ച് നമ്മൾ ഓരോരുത്തരെ കുറിച്ചും വായിക്കുന്നുണ്ട്. പത്രോസ് എന്നു പേരുള്ള ശീമോൻ, അവന്റെ സഹോദരനായ അന്ത്രയോസ്, സബദിയുടെ മകൻ യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ, പീലിപ്പോസ്, ബർത്തലോമായി, തോമസ്, ചുങ്കക്കാരൻ മത്തായി, അൽഫായുടെ മകൻ യാക്കോബ്, തദ്ദായി, ശീമോൻ, യേശുവിനെ കാണിച്ചു കൊടുത്ത ഇസ്കരിയോത്ത യൂദ. ഇവരുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ അത് നമ്മൾ പഠിപ്പിക്കുവാണെങ്കിൽ നല്ലൊരു സമയം അതിനുവേണ്ടി നമ്മൾക്ക് എടുക്കേണ്ടി വരും. ഇവരിൽ ബഹുഭൂരിപക്ഷവും സാധാരണക്കാരായ മനുഷ്യരാണ്. പല വിധത്തിലുള്ള ബലഹീനതകൾ, പരാജയങ്ങൾ ഉള്ളവരാണ്. 3.5 വർഷം യേശുവിനോട് കൂടെ കൊണ്ടു നടന്ന് പഠിപ്പിച്ചിട്ടും അവർ പരാജയപ്പെട്ടവരാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവരുടെ പരാജയങ്ങളെയെല്ലാം ദൈവം മാറ്റി ദൈവത്തിന് പ്രയോജനമുള്ളവരാക്കി മാറുവാൻ ഇടയായി തീർന്നു. പത്രോസിന്റെ അനുഭവം തന്നെ നമ്മൾ വായിച്ചാൽ, യേശുവിനോട് കൂടെ നടന്നപ്പോൾ അവൻ ചോദിച്ച ചോദ്യങ്ങളും അവൻ ചെയ്ത പ്രവൃത്തികളും എല്ലാം നമ്മൾ കണ്ടിട്ട് തൻ്റെ ലേഖനം കൂടെ വായിക്കുകയാണെങ്കിൽ, ഈ പത്രോസിന് എന്തെല്ലാം വ്യത്യാസമാണ് വന്നിരിക്കുന്നത്, എത്രമാത്രം താഴ്മയുള്ളവനായി അവൻ മാറി, എത്രമാത്രം അധികാരികൾക്ക് കീഴ്പ്പെടുവാൻ അവൻ പഠിച്ചു എന്നെല്ലാം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. കർത്താവിന്റെ അരികിലേക്ക് നമ്മൾ വരുമ്പോൾ അവൻ നമ്മെ രൂപാന്തരപ്പെടുത്തും. എനിക്കതിന് യോഗ്യതയില്ല, എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കേണ്ട ആവശ്യമില്ല. കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി നമ്മെ അവൻ വേർതിരിക്കുമ്പോൾ അതിനാവശ്യമായ കഴിവുകളും തന്ന്
നമ്മുടെ കുറവുകളെയെല്ലാം മാറ്റി നമ്മെ ഉപയോഗിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചതെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവീൻ. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ. രോഗികളെ സൗഖ്യമാക്കുവീൻ, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ. മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും ഉടുപ്പും ചെരുപ്പും വടിയും കരുതരുത്. വേലക്കാരൻ തന്റെ കൂലിക്ക് ആഹാരത്തിന് യോഗ്യനല്ലോ. ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യൻ എന്ന് ആര് എന്ന് അന്വേഷിപ്പീൻ. പുറപ്പെടുവോളം അവിടെ തന്നെ പാർപ്പീൻ. ഇത് ഒന്നാമത്തെ ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുത്തതായ ആജ്ഞയായിരുന്നു. എങ്ങനെയാണ് അവരായിരിക്കേണ്ടത്? അവരുടെ സന്ദേശം എന്തായിരിക്കണം? എവിടെയാണ് അവർ പോകേണ്ടത് എന്ന് കർത്താവിനോട് പറയുകയായിരുന്നു. ദൈവത്തിന്റെ ആ പ്രവൃത്തികളുടെ പ്രൊസീജിയർ, ക്രമമെന്ന് പറയുന്നത് ഒന്നാമത് യഹൂദൻ, പിന്നെ ജാതി. രക്ഷ യഹൂദനിൽ നിന്നല്ലോ വന്നത് എന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് യഹൂദൻ എന്നുള്ള ക്രമമാണ് നമ്മൾക്ക് അവിടെയും കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ജാതികളിലേക്ക് പോകണ്ടെന്നല്ല. ജാതികൾ അവര് ശമരിയര് മിശ്രജാതികളാണ്. യഹൂദനെ ദൈവം വേർതിരിച്ച് ദൈവരാജ്യം യഹൂദനിലൂടെ സ്ഥാപിതമാക്കിയിട്ട് അവരിലൂടെ ജാതികളെ അനുഗ്രഹിക്കുവാനാണ് ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്നത്. നാം ദൈവനത്തിൽ മനസ്സിലാക്കുമ്പോൾ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ രോഗവും മരണവും ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടതല്ലായിരുന്നു. പാപത്തിന്റെ ഫലമായിട്ട് രോഗവും മരണവും മനുഷ്യരിൽ പ്രവേശിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യര് മരിക്കാതിരുന്നാൽ പിന്നെ എങ്ങനെയായിരുന്നു ദൈവത്തിന്റെ പദ്ധതി എന്നൊരു പക്ഷെ നമുക്ക് ചിന്തയിൽ വന്നേക്കാം. എന്നാൽ ദൈവത്തിന്റെ സർവജ്ഞാനം നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയത്തില്ല. ഹാനോക്കിനെ പോലെ മരണം കാണാതെ, അല്ലെങ്കിൽ ഏലിയാവിനെ പോലെ മരണം കാണാതെ എടുക്കുവാനായിരുന്നുവോ ദൈവത്തിന്റെ പദ്ധതി എന്ന് നമുക്കറിയില്ല. എന്നാൽ അനുസരണക്കേടിന്റെ ഫലമായി പാപം പ്രവേശിച്ചപ്പോൾ രോഗവും മരണവും ലോകത്തിലേക്ക് കടന്നു എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ അതിൽ നിന്ന് പരിഹാരം നൽകുവാനാണ് നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ആ കർത്താവ് പറഞ്ഞത് ആദ്യം ജാതികളുടെ അരികിലേക്ക് പോകുക എന്ന് തന്നെയായിരുന്നു. എന്നാൽ ആദ്യം യഹൂദന്റെ അരികിലേക്ക് തന്നെ പോകുക എന്നാണ് പറഞ്ഞത്. ജാതികളുടെ അരികിൽ പോകരുത്, ശമര്യരുടെ ഇടയിൽ പോകരുത്, യഹൂദന്റെ ഇടയിൽ തന്നെ പോകണമെന്നാണ് കർത്താവ് പറഞ്ഞത്. എന്നാൽ പിന്നീട് നമ്മൾ ദൈവത്തിൽ വായിക്കുന്നു, ആ ജാതികളെ, യഹൂദന്മാരെ ദൈവം ആ വിധത്തിൽ കണ്ടു, അവർക്ക് സുവിശേഷം ആദ്യം നൽകി. എന്നാൽ അവര് ഫലം കൊടുക്കാഞ്ഞതിനാൽ അവരുടെ കയ്യിൽ നിന്ന് അത് ജാതികൾക്ക് ദൈവം കൊടുത്തു എന്ന് നമ്മൾ ദൈവത്തിൽ വായിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ദൈവത്തിന്റെ പദ്ധതി, യഹൂദൻ ദൈവത്തെ തള്ളിക്കളഞ്ഞതിനാൽ കർത്താവ് തൽക്കാലത്തേക്ക് അവരെയും തള്ളിക്കളഞ്ഞിട്ട് ജാതികളിലേക്ക് തിരികെയും ജാതികളിലൂടെ ഒരു കൂട്ടത്തെ ദൈവം തെരഞ്ഞെടുത്ത്, ജാതികൾ മാത്രമല്ല വിശ്വസിക്കുന്ന യഹൂദനും ജാതിയും എല്ലാവരും കൂടെ ചേർന്നുള്ള ദൈവസഭയുടെ പണി ഇപ്പോൾ നടക്കുകയാണ്. ആ ദൈവസഭയുടെ പണി കഴിയുമ്പോൾ വീണ്ടും കർത്താവ് യഹൂദനിലേക്ക് തിരികെയും അവരെയും രക്ഷിക്കുകയും ചെയ്യുമെന്നുള്ളത് ദൈവവചനത്തിൽ കൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നതായ കാര്യമാണ്. ഇവിടെ ഈ ഒന്നാമത്തെ ശിഷ്യന്മാർക്ക് ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ കർത്താവ് പറയുന്നത് അവര് എപ്രകാരം വിശ്വാസത്തോടുകൂടെ കർത്താവിനെ പിൻപറ്റണം എന്നുള്ളതായ ഉദ്ദേശമാണ്. ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഏറ്റവും ധനവാനായ മനുഷ്യൻ ആരുണ്ടെന്ന് അന്വേഷിക്കാനല്ല, ആരാണ് യോഗ്യനെന്ന് അന്വേഷിച്ച് അവിടെ പാർക്കണമെന്നും പോകുന്നവരെയും അവിടെ താമസിക്കണമെന്നും നമ്മൾക്ക് അവിടെ ഇൻസ്ട്രക്ഷൻ കാണുന്നുണ്ട്. മാത്രമല്ല ഈ ശുശ്രൂഷകളും സുവിശേഷവുമെല്ലാം പണസമ്പാദനത്തിനുള്ള മാർഗമല്ല.
ഇത് ദാനമായി നിങ്ങൾക്ക് ലഭിച്ചതാണ്, ദാനമായി നിങ്ങൾ അത് നൽകണം, വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനാണ് എന്നാ ദൈവത്തിൽ നമ്മൾ വായിക്കുന്നത്. എങ്ങനെയാണ് പിന്നെ വേലക്കാരൻ അവന്റെ ആഹാരത്തിന് വഴി കണ്ടെത്തുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കൾ സഹായിച്ച് അവർക്ക് ആവശ്യമായത് നൽകും. എന്നാൽ അവരുടെ ലക്ഷ്യം പണസമ്പാദനം, ധനമാർഗമായിരിക്കരുത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ആരെങ്കിലും ഈ വചനം സ്വീകരിക്കാതിരുന്നാൽ അവരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്, ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവീൻ. ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സോദോമ്യരുടെയും ഗോമോരുടെയും ദേശത്തിന് സഹിക്കാവതാകുമെന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും നിങ്ങളുടെ വചനം സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞാൽ അത് നിങ്ങളുടെ കുറ്റമല്ല, അവരതിന് യോഗ്യരല്ലായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ താല്പര്യം. തുടർന്ന് നമ്മൾ വായിക്കുന്നത്, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിപ്പീൻ എന്നാണ് നമ്മൾ കാണുന്നത്. എവിടെയാണ് ദൈവം നമ്മെ അയച്ചിരിക്കുന്നത്? ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് 10-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങളിലാണെന്ന് തോന്നുന്നു. നാം ഇങ്ങനെയാ വായിക്കുന്നത്. 19-ാം വാക്യം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്കൊരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല. നോക്കുക, അപ്പോൾ എവിടേക്കാണ് ഇവരെ അയച്ചിരിക്കുന്നത്? ചെന്നായ്ക്കളുടെ നടുവിലേക്ക്. അവര് എവിടെയാ കാലി ചവിട്ടുന്നത്? പാമ്പുകളും തേളുകളും പോലെയുള്ള ആ പ്രതികൂലങ്ങളുടെ നടുവിൽ. എന്നാൽ അവയൊന്നും നിങ്ങൾക്കൊരു ദോഷവും ചെയ്യുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് കർത്താവ് അവിടെയും പറഞ്ഞിരിക്കുന്നത്. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം, നിഷ്കളങ്കരായിരിക്കണം, ബുദ്ധിയുള്ളവരുമായിരിക്കണം. ചെന്ന് ആ വിപത്തിൽ പെടുവാനിടയാകരുത്. നമ്മൾ നെഹമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവാലോചന പ്രകാരം യെരൂശലേമിന് മതിൽ പണിയുവാനായിട്ട് നെഹമ്യാവ് പെർമിഷനൊക്കെ വാങ്ങി, രാജാവിൽ നിന്ന് പെർമിഷനൊക്കെ വാങ്ങി പണിയുകയാണ്. എന്നാൽ അവരുടെ യഹൂദന്മാരുടെ ശത്രുക്കളായിരുന്ന സൻബല്ലത്തിനും തോബിയാവിനും അത് ഇഷ്ടമായില്ല. അവര് ചെയ്ത കാര്യം നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അവര് നിന്ദിച്ചു, അവരുപദ്രവിക്കുവാൻ ഇടയായി. എന്തെല്ലാമായിട്ട് ഇവർ പിന്മാറുന്നില്ല എന്ന് കാണുകയാണ്. 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവര് ചിലരെ പറഞ്ഞയച്ചിട്ട് പറയുക, നിങ്ങൾ വരിക, നമുക്ക് സമഭൂമിയിൽ കൂടിയിട്ട് ഒരു 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 സന്ധി ഒരു സമാധാന കരാറുണ്ടാക്കാൻ, നമ്മൾക്കൊരു സന്ധി ചെയ്യാം, നമ്മൾക്ക് ഒരുമിച്ച് ഒരു കൂട്ടുകെട്ടുണ്ടാക്കി പണിയാം. പക്ഷേ അവരുടെ നിരൂപണം എന്താണെന്ന് നെഹമ്യാവ് ഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. നെഹമ്യാവ് പറയുന്നത്, ഞങ്ങളിവിടെ വലിയ ഒരു ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, ഞങ്ങൾക്കത് വിട്ടിട്ട് വരുവാൻ സാധ്യമല്ല, നിങ്ങളുമായിട്ട് ഇപ്പോൾ സംസാരിക്കാനുള്ള സമയമല്ല എന്ന് പറഞ്ഞ് അതിനെ ഒഴിയുവാനിടയായി. 5 പ്രാവശ്യം അവരങ്ങനെ പരിശ്രമിച്ചു. 5 പ്രാവശ്യവും നെഹമ്യാവ് അതിനെ റിജക്ട് ചെയ്തു. ഒടുവിൽ അവർക്കെതിരായിട്ടൊരു തുറന്ന കത്തെഴുതി, നിങ്ങൾ രാജാവിനോട് മത്സരിക്കുന്നവരാണെന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെയാണ് പിശാച് എതിർത്തു വരും, നിന്ദിക്കുവാൻ കടന്നു വരും, ഉപദ്രവത്തിലൂടെ കടന്നു വന്നെന്നിരിക്കും, ചിലപ്പോൾ സമാധാനമായി കടന്നു വന്നെന്നിരിക്കും. പക്ഷെ അതിവിടെ എല്ലാം നമ്മൾ വിവേചിച്ച് ദൈവാത്മാവിന്റെ വിവേചനത്താൽ എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം, ഇത് നശിപ്പിക്കുവാൻ വേണ്ടിയാണോ എന്ന് നമ്മൾ വിവേചിച്ചറിഞ്ഞ് അങ്ങനെയുള്ള വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്യണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ അയക്കുകയാണ്. നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കണം.
പോഷത്തരമായിട്ട് ഒന്നും സംഭവിക്കരുത്, അശുദ്ധമായ കാര്യങ്ങളൊന്നും ജീവിതത്തിൽ സംഭവിക്കരുത്. ജ്ഞാനത്തോടെ വിശുദ്ധിയോടെ വേണം നിങ്ങളായിരിക്കാൻ എന്ന് വായിക്കുന്നുണ്ട്. താഴെ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളെ ആ ന്യായാധിപ സംഘങ്ങൾ ഏൽപ്പിച്ചെന്നിരിക്കും, പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ട് നടിച്ചെന്നിരിക്കും. അപ്പോൾ പള്ളികളും അതുപോലെ തന്നെ ന്യായാധിപ സംഘവും സ്വന്തം വീട്ടുകാരും എല്ലാവരും ഒരുപക്ഷെ എതിർത്തു എന്ന് വന്നേക്കാമെന്ന് താഴെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ നമ്മളിവിടെ വായിക്കുന്ന എന്നാണ്, എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരിക്കേണ്ട, പറയാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ. സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും, അമ്മയപ്പന്മാർക്കെതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. നോക്കുക, ദൈവം സ്ഥാപിച്ചതാണ് കുടുംബം. ആ കുടുംബവും പള്ളിയും ന്യായാധിപ ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആ ന്യായാധിപ സംഘവും എല്ലാം ഒരുപക്ഷെ ദൈവത്തെ സേവിക്കുവാൻ ഇറങ്ങുന്ന ഒരു ദൈവ പൈതലിന് എതിരായി എന്ന് വന്നേക്കാം. പക്ഷേ ആ പ്രതികൂലങ്ങളൊക്കെ, പെർസിക്യൂഷനൊക്കെ, വി ക്യാൻ എക്സ്പെക്ട് പെർസിക്യൂഷൻ, പ്രതികൂലങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കണം. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവം കൂടെയിരിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇവിടെ എന്തു പറയണമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം നമ്മൾ ശുശ്രൂഷകൾക്ക് അല്ലെങ്കിൽ ദൈവനെ ശുശ്രൂഷിക്കുന്നതിന് ഒരു ഒരുക്കവും വേണ്ട, എഴുന്നേറ്റ് നിന്ന് അന്നേരം നമുക്ക് വായിൽ തോന്നുന്നതെല്ലാം പറയുക എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. ഇങ്ങനെയുള്ള പ്രത്യേക പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ എന്തു പറയണമെന്ന് വിചാരപ്പെടേണ്ട, കർത്താവ് അതിനാവശ്യമായതെല്ലാം നൽകിത്തരും എന്നാണ് നമ്മൾക്കൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ശിഷ്യൻ ഗുരുവിനു മീതെയല്ല, ദാസൻ യജമാനു മീതെയല്ല. ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യനു മതി, യജമാനെ പോലെയാകുന്നത് ദാസനും മതി. അവൻ വീട്ടുടയവനെ ബേസബുൽ എന്ന് വിളിച്ചുവെങ്കിൽ വീട്ടുകാരെ എത്രയധികം. അപ്പം നമ്മൾ അവിടെ വായിക്കുന്നത്, നമ്മുടെ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട്, എൻ്റെ കർത്താവിന് ഈ ലോകം ഇങ്ങനെയൊക്കെയാണ് നൽകിയത് എന്ന് ധ്യാനിച്ച് നമ്മൾ അവിടെയെല്ലാം ആ ദൈവത്തിനു വേണ്ടി നിലകൊള്ളണം. അപ്പോസ്തലപ്രവൃത്തി നമ്മൾ പഠിക്കുമ്പോൾ, നിങ്ങൾ ശക്തി ധരിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും എൻ്റെ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അവിടെ സാക്ഷികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് മാർട്ടിയർ എന്നുള്ള ഒരു ഗ്രീക്ക് പദമാണ്. അവിടെ ആ പദത്തിൽ നിന്നാണ് അതുണ്ടായിരിക്കുന്നത്. അത് അവിടെ നിന്നാണ് മാർട്ടിയർ വന്നിരിക്കുന്നത്. എന്ന് പറയുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി രക്തസാക്ഷികളാകും എന്നാ അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് യേശുവിന്റെ അപ്പോസ്തലന്മാർ അധിക പങ്കും അവരുടെ സുവിശേഷത്തിന് അവരുടെ ജീവൻ അർപ്പിച്ചാണ് അവരതിന് സാക്ഷ്യം വഹിച്ചത് എന്ന് നമ്മൾ കാണുന്നു. ഇന്നും അനേകരും സുവിശേഷത്തിനു വേണ്ടി രക്തസാക്ഷികളാകുന്നത് അതിനു വേണ്ടി. അതുകൊണ്ടാണ് കാര്യം കർത്താവ് പറഞ്ഞത്, ഈ മാർഗത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലോകം പ്രതികൂലമാകും, പക്ഷെ നിങ്ങൾ ഭയപ്പെടേണ്ട. താഴെ നമ്മൾ വായിക്കുന്നുണ്ട്, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കുവാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ. കാശിന് 2 കുരികിലിനെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്തു വീഴുകയില്ല. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരികിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയുമെന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം, ദൈവ മക്കൾ എത്ര മാത്രം ദൈവത്തിന് വിലയേറിയവരാണെന്നാണ്. കാശിന് 2 കുരികിലിനെ വിൽക്കുന്നില്ലയോ? വേറൊരു സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, 2 കാശിന് 4 കുരികിലിനെ വിൽക്കുന്നുണ്ട്. അപ്പോൾ 2 കാശിന് 2 കുരികിൽ, 2 കാശിന് 4 കുരികിൽ. എന്നാൽ 2 കാശിന് ഒന്നിച്ച് കുരികിലിനെ വാങ്ങിക്കുന്നവർക്ക് 5 കുരികിലിനെ കൊടുക്കും, 1 വെറുതെ കൊടുക്കുമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കുരികിൽ എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു ജീവിയാണ്, അധികം വിലയില്ലാത്തൊരു ജീവിയാണ്. അതുകൊണ്ടാണ് 2 കാശിന് മേടിക്കുന്നവർക്ക് 1 അധികം കൊടുക്കുന്നത്. എന്നാൽ കർത്താവ് പറയുന്നത്, അധികം കൊടുക്കുന്ന ആ കച്ചവടക്കാരൻ, അധികം കൊടുക്കുന്ന ആ കുരികിലുണ്ടല്ലോ, അതുപോലും
പിതാവിന് അറിയാം അതിനെ. ആ പിതാവ് അറിയാതെ അതുപോലും താഴെ വീഴുന്നില്ല. നിങ്ങളാണെങ്കിൽ ഏറിയ കുരികിലിനേക്കാൾ എത്രയോ വിശേഷയേറിയവരാണ്. നമ്മൾ ദൈവത്തിന് വിലയേറിയവരാണ്. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ തലയിലെ ഒരു മുടി പോലും അവൻ അറിയാതെ താഴെ വീഴത്തില്ല, എണ്ണപ്പെട്ടിരിക്കുകയാണ് എന്നാ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നാം ദൈവത്തിന് വിലയേറിയവരാണ്. ഏറിയ കുരികിലിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. നമ്മൾ വിലയേറിയവരാണെന്ന് എങ്ങനെ അറിയാം? നമ്മൾ ഒരു വസ്തു വിലയേറിയതാണോ ഇല്ലയോ എന്നറിയുന്നത് എത്ര മാത്രം അതിന് വില ഒരാൾ കൊടുക്കുമെന്നുള്ളതാണ്. നമ്മളുടെ വില എന്താണ്? കർത്താവ് തൻ്റെ സ്വന്തം രക്തമാണ് നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ നൽകിയത്. അത് നമ്മൾ എത്രമാത്രം ദൈവത്തിന് വിലയേറിയവരാണ് എന്നുള്ളത് വെളിപ്പെടുത്തുകയാണ് ദൈവമക്കളെ. ആയതിനാൽ നമ്മൾ ദൈവത്തിന് വിലയേറിയവരാണെന്ന് ഓർത്തുകൊണ്ട് ഭയപ്പെടാതെ കർത്താവിനെ സേവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ശിഷ്യന്മാരെ കർത്താവ് അയച്ചത് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുവാനാണ്. എന്നാൽ നമ്മെ ദൈവം അയച്ചിരിക്കുന്നത് കൃപയുടെ സുവിശേഷം പറയുവാനാണ്. ശിഷ്യന്മാരെ ദൈവം അയച്ചത് യഹൂദന്മാരുടെ ഇടയിലേക്ക് പോകാനാണ്, ജാതികളുടെ ഇടയിൽ പോകണ്ടെന്നാണ്. എന്നാൽ നമ്മോട് ദൈവം പറഞ്ഞിരിക്കുന്നത് സകല ജാതികളോടും സുവിശേഷം പറഞ്ഞ് എല്ലാവരെയും ദൈവത്തിലേക്ക് നിയന്ത്രിക്കുവാനാണ്. രക്ഷ ഒരുക്കുവാൻ കർത്താവിന് ആരുടെയും സഹായം വേണ്ടായിരുന്നു. കർത്താവ് തനിയാണ് മനുഷ്യവർഗത്തിന്റെ രക്ഷ കാൽവറിയിൽ ഒരുക്കിയത്. എന്നാൽ ആ രക്ഷയുടെ സന്ദേശം ലോകത്തോട് അറിയിക്കുവാൻ കർത്താവിന് മറ്റുള്ളവരുടെ സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് വേലക്കാർക്ക് വേണ്ടി അപേക്ഷിക്കുവിൻ. അതുകൊണ്ടാണ് മറ്റുള്ളവരെ കർത്താവ് തെരഞ്ഞെടുത്തത്. രക്ഷിക്കപ്പെട്ട നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈ രക്ഷയുടെ സന്ദേശം സകല ജാതികളെയും അറിയിക്കുക എന്നുള്ളത്. അതിനാവശ്യമാകുന്ന തിരുവചനത്തിന്റെ വെളിപ്പാട് പ്രാപിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ നിശ്ചയം പ്രാപിച്ച് പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച് യേശുവിന്റെ സാക്ഷികളായി കർത്താവിന് വേണ്ടി നിൽക്കാം. നമ്മെ പ്രൊട്ടക്ട് ചെയ്യുവാൻ, നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് നമ്മെ സഹായിക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനായി നമ്മോട് കൂടെയുണ്ട്. അതിനായി ദൈവം നമ്മെ എവരെയും സഹായിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ തിരുവചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കണമേ. ഇതിനനുസരണമായി ഞങ്ങളുടെ ജീവിതം നയിക്കുവാനും കർത്താവിന്റെ സാക്ഷികളാകുവാനും ഞങ്ങൾക്ക് നീ കൃപ തരണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ലോകം ഞങ്ങൾക്ക് യോഗ്യമല്ല. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെയാണ് ഞങ്ങളെ അയച്ചിരിക്കുന്നത്. കർത്താവെ, പാമ്പുകളും തേളുകളും പോലെയുള്ള ആ പ്രതികൂലങ്ങളുള്ള ലോകത്തിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. എന്നാൽ നീ ഞങ്ങളോട് കൂടെ ഉണ്ടല്ലോ. പോകുക എന്ന് പറഞ്ഞവൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഐ ആം വിത്ത് യു, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്. ആ ദൈവ സാന്നിധ്യത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മഹത്വം എല്ലാം കർത്താവിന് നൽകുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.